നമസ്കാരം, ഞാൻ ബോണിയാണ്. ഒട്ടേറെ മേഖലയിൽ തൻ്റെ പ്രാവീണ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത്. നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ സാർ. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് നല്ലൊരു വാഗ്മിയാണ്, പ്രാസംഗികനാണ്, എഴുത്തുകാരനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഇപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഗ്രന്ഥശാലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. സാർ നമസ്കാരം. സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നു, സാർ ഇത് എങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യുന്നു? എനിക്ക് വളരെ കൗതുകത്തോടെ, മിക്കവാറും പത്രം എടുത്ത് നോക്കിയാൽ എനിക്കൊന്ന് എല്ലാ ദിവസവും പേജിൽ സാറിൻ്റെ ഫോട്ടോസ് കാണും, പല പല പരിപാടികളും. എങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നു? ഇത്രയേറെ ഒരു ഗ്രന്ഥകർത്താവാണ്. പൊതുപരിപാടികൾ തന്നെ ഒരു 10 വരെ പരിപാടികൾ ശരാശരി ഒരു ദിവസം പങ്കെടുക്കേണ്ടി വരുന്നു, പൊതു പ്രോഗ്രാം. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ ചേംബറിൽ വരുന്ന മീറ്റിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യണം. ഓഫീസിന്റെ ചുമതലകൾ, അതിൻ്റെ ഉത്തരവാദിത്വത്തോടുകൂടി അതെല്ലാം നിർവഹിക്കണം. അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള പരിശീലനം, ഞാനൊരു 17 വയസ്സ് മുതൽ ഫുൾ ടൈമറായി എന്നുള്ളതാണ്. അതായത് ഉറക്ക സമയം ഒഴിച്ച് ബാക്കിയെല്ലാം പൊതുരംഗത്ത് ചെലവഴിച്ച് നിന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്കതൊരു മുഷിപ്പായിട്ട് തോന്നാറില്ല. അതിവേഗതയിൽ യാത്ര ചെയ്യുക, അതിവേഗതയിൽ പ്രോഗ്രാമിൽ എത്തിച്ചേരുക, പരമാവധി സമയബന്ധിതമായി പരിപാടികളിൽ പങ്കെടുക്കുക, അതെല്ലാം ഞാൻ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കിതെല്ലാം കഴിയുന്നുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ കാലത്തല്ല ഞാൻ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ആ അധ്വാനം എനിക്ക് ഇതെല്ലാം കൂടി ചേർത്ത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്തുമായിട്ട് ആദ്യം അതിലോട്ട് കിടക്കാം. പുതിയ എന്തൊക്കെ പദ്ധതികളാണ്? എനിക്ക് തോന്നുന്നു ഫാം ടൂൾസും ഒക്കെ സാറിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അല്ലേ? അതുകണക്ക് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള പദ്ധതികൾ അല്ലേ, നമ്മൾ ആസൂത്രണം ചെയ്യുമ്പോൾ അതും സാറ് വളരെ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നു. അതുകണക്ക് തന്നെ യുവജനങ്ങൾക്ക് ഒട്ടേറെ പദ്ധതികളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വളരെ പ്രാമുഖ്യം നൽകാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? നമ്മൾ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിനൊരു കേരളത്തെ സംബന്ധിച്ച് ഒരു വാചകം കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് കടക്കാൻ. പഞ്ചായത്തി രാജ് നിയമം ഇന്ത്യക്ക് എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ കേരളത്തിൽ ചെയ്തത്, അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS ആണ് അതിനൊരു നേതൃത്വപരമായ ചുമതലയാണ് അദ്ദേഹം ഏറ്റെടുത്തത്. അത് കേരളത്തിൽ അത് ജനകീയാസൂത്രണമായി കൺവെർട്ട് ചെയ്തു. അതായത് പഞ്ചായത്തി രാജ് സിസ്റ്റത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ കഴിയാവുന്ന അമെൻമെൻറ്റ്സ് അതിനകത്ത് വരുത്തി. ഏതാണ്ട് 500ഓളം അമെൻമെൻറ്റ്സ് വരുത്തിയിട്ട് അതിനെ ജനകീയാസൂത്രണമാക്കി മാറ്റി. അതാണ് മറ്റ് സ്റ്റേറ്റുകളും നമ്മളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം. അതിൻ്റെ ഭാഗമായിട്ട് അക്ഷരാർത്ഥത്തിൽ പഞ്ചായത്തി രാജ് നിയമത്തിൻ്റെ അന്തസത്തയും ജനകീയാസൂത്രണത്തിൻ്റെ സെൻസും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ് കൂടുതൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ. അത് പൊളിറ്റിക്സ് ഭേദമന്യേ ആളുകൾക്ക് മത്സരിക്കേണ്ടി വരുന്നുണ്ട്. ഏതെങ്കിലും 2 രാഷ്ട്രീയ പാർട്ടികളുടെ സമിതികൾ തമ്മിലുള്ള മത്സരമല്ല. ഒരേ പാർട്ടികൾ തമ്മിൽ അപ്പുറം അപ്പുറം ഭരിക്കുകയാണെങ്കിൽ അവർ ഏറ്റവും നന്നായിട്ട് ഞങ്ങൾക്ക് പെർഫോം ചെയ്യണം എന്നതിലേക്ക് എത്തുന്ന ഒരു സൗഹൃദ മത്സരം കേരളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ ഞങ്ങൾ എപ്പോഴും കേരളത്തിൽ ഒന്നാമതെത്തി നിൽക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്താണ്. അത് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് കമ്പാരിസനേ പറ്റില്ല. ഇപ്പം ഞങ്ങൾ അടുത്ത സമയത്ത് പോയി പരിശോധിച്ച ഒരു കേരളം കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തുകളോ അല്ലെങ്കിൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷനോ വരുന്ന ഒരു മേഖല ഹിമാചലാണ്. അവിടെ പോലും മാണ്ഡി ജില്ലാ പഞ്ചായത്തിൻ്റെ ബജറ്റ് എമൗണ്ട് നോക്കിയപ്പോൾ കൊല്ലം ജില്ലയുടെ ഒരു 50-1 പോലും ഇല്ല. ഏറ്റവും മികച്ച കൊല്ലം, കേരളം കഴിഞ്ഞാൽ വരേണ്ട ഒരു പഞ്ചായത്ത് സിസ്റ്റമാണ് അവിടെ, അതുപോലും ഇല്ല. അതുപോലെ MP-മാരും MLA-മാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കമ്മിറ്റിയിൽ പോയിരുന്ന് ഹൈജാക്ക് ചെയ്യുന്നുണ്ട് നോർത്തിലെ. കേരളത്തിൽ അത് സുസാധ്യമാണ്, ഒരിക്കലും നടക്കത്തില്ല. അത് സാധ്യമല്ല, സുസാധ്യമാണെന്നല്ല, സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് എന്ന തരത്തിൽ ഏറ്റവും മികച്ച അതാകാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം നമുക്ക് യുവജനങ്ങളുടെ കാര്യം, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണല്ലോ. അവരുടെ തൊഴിലവസരങ്ങൾ, അവരുടെ പഠനം ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ പുതിയ പദ്ധതികളൊക്കെ എനിക്കൊന്ന് ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവരാറുണ്ട്. മാലാഖക്കൂട്ടം അങ്ങനെയൊക്കെ പറഞ്ഞ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയെങ്കിലും പറയാൻ? അല്ല, അത് ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണത്. മാലാഖക്കൂട്ടം എന്നുള്ളത് BSc നഴ്സിംഗും ജനറൽ നഴ്സിംഗും കഴിഞ്ഞു നിൽക്കുന്ന ആളുകൾക്കുള്ള ഒരു തൊഴിൽ പരിചയമാണ്. അപ്പോൾ അവർക്കൊരു അപ്രൻറ്റീസ്, അവർക്ക് ഒരു 2 വർഷത്തേക്ക് അവരെ നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്യും, ഇൻ്റർവ്യൂ നടത്തിയിട്ട്.
അപ്പോൾ അവരെ നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് തിങ്ങി നിറയുന്ന താലൂക്ക് ജില്ലാ ആശുപത്രികളിലേക്കാണ്. അപ്പോൾ അവിടെ അവർ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടി കഴിയുമ്പോൾ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, ഇപ്പോൾ ഈ ബെൻസീറിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് എടുത്ത് പ്രവർത്തിച്ച് ഇവർക്ക് 8,000 മുതൽ 12,000 രൂപ വരെ സ്റ്റൈപ്പൻഡും ഉണ്ട്. അപ്പോൾ അവർ പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവരെ പ്രധാന ഹോസ്പിറ്റലുകൾ എടുക്കും. അതുപോലെ ജർമ്മനി പോകുന്നതിന് ഇവർക്ക് ഈ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് വരും. നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ഒരു അനുഭവമുള്ളവരെന്ന് അതിൻ്റെ അർത്ഥം. അങ്ങനെ നമുക്ക് അവരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പിന്നെ ടെക്നിക്കൽ കോഴ്സ് പാസ്സായി നിൽക്കുന്നവരെ നമ്മൾ സ്കിൽ ടെക് എന്ന്, അഗ്രി ടെക് എന്ന് പറഞ്ഞിട്ട് ആ മേഖലയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവരെ സ്കിൽ ടെക്, അഗ്രികൾച്ചർ പാസ്സായിട്ടുള്ള ആളുകളെ അഗ്രി ടെക് എന്ന് പറഞ്ഞു കൊടുത്ത് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സെക്യൂരിറ്റി പരിശീലനം കൊടുത്ത് അവരെ നമ്മൾ സ്കൂളിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആശുപത്രികളിലെ നഴ്സിംഗ് സ്റ്റാഫിൻ്റെ അഭാവം നികത്താൻ പറ്റുന്നു, സ്കൂളുകളിലെ സെക്യൂരിറ്റീസിൻ്റെ അഭാവം നികത്താൻ പറ്റുന്നു. ഇപ്പം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ടീം സിവിൽ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇത്രയും ജോലിഭാരം ഏറ്റെടുക്കാൻ പറ്റിയ എഞ്ചിനീയേഴ്സ് ഇനി കുറവാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയും ഇവർക്കൊരു പരിശീലനം കിട്ടാൻ വേണ്ടിയും നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ SC വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എടുത്തു കൊടുക്കാൻ പോവുകയാണ്. ഇന്റർവ്യൂ അടുത്ത ദിവസം അതിൻ്റെ ഇന്റർവ്യൂ നടക്കും. അതുപോലെ മാലാഖക്കൂട്ടം തുടരുന്നുണ്ട്, സ്കിൽ ടെക് തുടരുന്നുണ്ട്, അഗ്രി ടെക് തുടരുന്നുണ്ട്, പാരാടെക് അത് തുടരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ നമ്മൾക്ക് അടുത്തൊരു മേഖല ഈ വയോജനങ്ങൾ, നമ്മുടെ സമൂഹത്തിൽ വയോജനങ്ങൾ കൂടി വരികയാണ്, അവരുടെ പ്രശ്നങ്ങളും കൂടി വരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു ജില്ലാ പഞ്ചായത്ത്, എങ്ങനെ നോക്കിക്കാണുന്നു? അത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. കേരളത്തിൽ യൂത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയും എൽഡേഴ്സിൻ്റെ അളവ് കൂടി വരികയും ചെയ്യുകയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയാൽ 20% വയോജനങ്ങളാണ്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. കേരളത്തിൻ്റെ ഒരു ആരോഗ്യ മേഖല വെച്ച് നോക്കിയാൽ 60 വയസ്സ് വയോജനമല്ല, ടെക്നിക്കലി വയോജനമാണ്. ഒരു 70 വയസ്സൊക്കെ കഴിയാതെ വൃദ്ധത്വത്തിലേക്ക് കേരളത്തിൽ കടക്കത്തില്ല. 70-75 ഒക്കെ കഴിയണം, എങ്കിലേ അവരൊരു വൃദ്ധരാണെന്ന് പറയാൻ പറ്റും. നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഗുണം അത് ചെറിയ ഗുണമല്ല. ലോകത്തെ ഏറ്റവും മികച്ച ആയുർദൈർഘ്യമുള്ള വളരെ വളരെ അപൂർവ സ്ഥലങ്ങളിലൊന്ന് കേരളമാണ്. അപ്പം ഇന്ത്യയിലും മറ്റ് സ്റ്റേറ്റുമായിട്ട് കമ്പാരിസൺ ഇല്ല, വേൾഡുമായിട്ട് അതിൽ 76 നമ്മുടെ ആയുർദൈർഘ്യം. അതുപോലെ തന്നെ നമ്മുടെ 1000 കുട്ടികൾ കേരളത്തിൽ ജനിച്ചാൽ 4 കുട്ടികളെ മരിക്കുന്നുള്ളൂ. USA പോലും അത് 6 അതിൻ്റെ കണക്ക്. അത്ര മികച്ച ആരോഗ്യം. അപ്പോൾ ഈ ഓൾഡ് ഏജിൻ്റെ പ്രശ്നം വരുമ്പോൾ 20% എന്നുള്ളത് ഓരോ വർഷവും 1.5% കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ഏജുകാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ 1000 പുരുഷന്മാർക്ക് 1100 സ്ത്രീകളാണ് ജനറലി ഉള്ളതെങ്കിൽ ഏജ് കഴിയുമ്പോൾ അവർ 1000-ന് 1500 വരെ ആകുന്നു. അതായത് സ്ത്രീകളുടെ ആരോഗ്യ നിലവാരം ലോകോത്തരമാണ് കേരളത്തിൽ. അത് പുരുഷന്മാരെക്കാളും കൂടുതലാണ് കേരളത്തിൽ. ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ ഇനി കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് ഓൾഡ് ഏജുകാരെ അഡ്രസ്സ് ചെയ്യുന്നു. ഇന്നിപ്പോൾ ഞാൻ രാവിലെ പ്രസ് ക്ലബ്ബിൽ ഉദ്ഘാടനം ചെയ്തത് ആയുഷ് ജില്ലാതല പരിപാടിയാണ്. എല്ലാ പഞ്ചായത്തിലും വയോജന ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ പോവുകയാണ്. ഈ ആയുഷ് ചേർന്നിട്ടാണ്, അതായത് ആയുർവേദം, യുനാനി, ഹോമിയോ, സിദ്ധ, പിന്നെ അലോപ്പതി, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു സംവിധാനത്തിലേക്ക് താഴോട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇവരനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലോൺലെസ് ഉണ്ട്, ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഇവർ പിന്നെ അബ്യൂസ് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഇവർക്ക് പ്രോട്ടീൻ ഫുഡ് ഫലപ്രദമായിട്ട് ലഭിക്കുന്നില്ല. ഇവർക്ക് കാർബോഹൈഡ്രേറ്റ് കൂടിയ ചോറല്ല ആവശ്യം. കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണം ഒഴിവാക്കിയിട്ട് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ പ്രോട്ടീനബിൾ ആയിട്ടുള്ള മൂലകങ്ങൾ നിറഞ്ഞിട്ടുള്ള ഫുഡ് ഇവർക്ക് ആവശ്യമാണ്. അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പ്രൈവറ്റ് ഡിസീസ് ഒത്തിരിയുണ്ട്. മക്കളോട് പോലും പറയാൻ പറ്റത്തില്ല. അവർക്ക് യൂറിൻ അനിയന്ത്രിതമായിട്ട് പോവുക, മസിൽസിന്റെ ബലക്കുറവുണ്ട്, പേശി ബലക്കുറവുണ്ട്, അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക്. മറ്റ് ഡ്രൈനസ് ഉണ്ടാകുന്നുണ്ട് പല സ്ഥലത്തും. ഇതെല്ലാം ഈ സ്ത്രീകൾ, പ്രായമേറിയ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്തേ മതിയാവും. പിന്നെ ഇവർക്ക് മെൻ്റലി ഡിസീസ്, ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന തന്നെ അംഗീകരിച്ചിട്ടുള്ളത് മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഈ ബിഹേവിയറിൽ വരുന്ന മാറ്റവും മാനസിക രോഗമാണ്. ഇപ്പോൾ ഒരാൾ ഏകാന്തതയിൽപ്പെട്ട് കഴിയുന്ന ഒരാൾക്കുണ്ടാകാവുന്ന മാനസിക വിക്ഷോഭങ്ങളുണ്ട്, അതും മാനസിക രോഗത്തിൻ്റെ പരിധിയിൽ വരികയാണ്. അപ്പോൾ ഒരു നല്ല പങ്ക് ആളുകൾക്ക് കൗൺസിലിങ് കേരളത്തിൽ എപ്പോഴും ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പം ജില്ലാ പഞ്ചായത്ത് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് എല്ലാ ഡിവിഷനിലും ഒരു ഗ്രന്ഥശാല, ഞാനൊരു ഗ്രന്ഥശാല പ്രവർത്തനം എന്നുള്ള
രീതിയും കൂടെ വെച്ചിട്ട് എല്ലാ ഡിവിഷനിലും ഗ്രന്ഥശാലകളിൽ പകൽ ഇവരെ വാഹനത്തിലെടുത്ത് അവിടെ കൊണ്ടുവന്നിട്ട് അവരെ വൈകുന്നേരം വരെ അവിടെ പാർപ്പിച്ച് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത്, അവർക്ക് ബുക്ക് വായിക്കാൻ കൊടുത്ത്, അവർക്ക് TV കാണാൻ അവസരം കൊടുത്ത്, അവരുടെ കലാപരിപാടി അവതരിപ്പിക്കാൻ അവസരം കൊടുത്ത്, പരസ്പരം കമ്മ്യൂണിക്കേറ്റീവ് ആകാൻ അവസരം കൊടുത്ത് അവരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതുപോലെ ക്യാൻസർ ഇത്തരം പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ, ഇപ്പോൾ പുത്തൂരാണെങ്കിൽ സായന്തനം ജില്ലാ പഞ്ചായത്ത് നേരിട്ട് നടത്തുന്നതാണ്. പാലിയേറ്റീവ്. ഇത് കൂടാതെ പാലിയേറ്റീവ് വേറെ ഉണ്ട്. ആയുർ പാലിയോ എന്ന് പറഞ്ഞിട്ട് 11 ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിന്റെ റെന്റിലെടുത്ത് ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുക. അതിനകത്തൊരു ഡോക്ടർ, ഒരു നഴ്സ്, ഒരു തെറാപ്പിസ്റ്റ്, ഇവർ 11 ബ്ലോക്കിൽ എല്ലാ ദിവസവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകളെ പോയി കാണുക, അവർക്ക് അഡ്വൈസ് കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന മരുന്നിനെ സംബന്ധിച്ച് പല നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊക്കെ ചെയ്താലും നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ഓൾഡ് ഏജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ കുറവാണ്. ഇനിയും എല്ലാ സന്നദ്ധ സംഘടനകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരുപാട് ഇത്തരം മേഖലകളിലേക്ക് സെൻട്രലൈസ് ചെയ്യണം എന്നുള്ള ഒരു സൂചനയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ PH സെന്റേഴ്സ്, നമ്മുടെ അല്ലേ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, ഇത് ആക്ച്വലി പല PH സെന്റേഴ്സിനും ഡോക്ടേഴ്സ് ഇല്ല. അല്ലെങ്കിൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള രാത്രി അത്യാവശ്യത്തിന് ഡോക്ടർ പലതും നല്ല സൗകര്യ ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനും ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. നമ്മുടെ നേരത്തെ ഉള്ള അത്തരം പരാമർശങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഗവൺമെന്റ് അടുത്ത കാലത്ത് തന്നെ PH സെന്റർ എന്ന് പറയുന്ന ഉച്ചവരെയുള്ള ഡോക്ടർഷിപ്പ് ഒഴിവാക്കിയിട്ട് അത് വൈകുന്നേരം വരെ ആക്കി മാറ്റിയിട്ടുണ്ട് PH സെന്ററിലെല്ലാം. ഇപ്പൊ വൈകുന്നേരം അവിടെ OP എടുക്കുന്നുണ്ടല്ലോ PH സെന്ററിൽ. അതുകൊണ്ട് അതൊരു വലിയ പോരായ്മയല്ല ഇപ്പോൾ. അതുപോലെ PH സെന്ററിൽ പലയിടത്തും ഒന്നുകിൽ സർക്കാർ സംവിധാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ സന്നദ്ധ സംഘടനകളുടെ ആംബുലൻസ് സൗകര്യങ്ങളുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തന്നെ റെഫർ ചെയ്ത് മാറാൻ കഴിയുന്നുണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഓക്കെ. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാനസിക ആരോഗ്യമാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ പ്രത്യേകിച്ച് ഡ്രഗിലോട്ട് പോകുന്നു. അതിനൊക്കെ തന്നെ ഈ അണുകുടുംബം ആയതുകൊണ്ട് തന്നെ വല്ലാത്തൊരു മാനസിക സംഘർഷം എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ കണക്ക് അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്കും എല്ലാം ഈ പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മുടെ ഒരു കൗൺസിലിങ്ങിന്റെ ഒരു ആവശ്യകത ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇവർ ഈ PH സെന്റർ വഴിയൊക്കെ ഒരു കൗൺസിലിംഗ് ഇങ്ങനെയുള്ള ഒരു സാധ്യതയും കൂടെ നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും. കൗൺസിലിംഗ് അത് പ്രധാനമാണ്. അത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഈ പറഞ്ഞ ആയുഷ് പോലെയൊക്കെ നമ്മൾ യൂത്തിന്റെ ലെവലിൽ അവർ കുറച്ചൊക്കെ സ്വയം വരുത്തി വെക്കുന്നതാണ്. അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പേരൻസിന്റെ കടുത്ത പ്രഷറാണ്. നീ ഇന്ന എഡ്യൂക്കേഷൻ പൂർത്തിയാക്കണം, ഇന്ന ജോലി പൂർത്തിയാക്കണം. അവന് IT മേഖലയ്ക്കാ താല്പര്യമെങ്കിൽ അവനോട് അല്ലെങ്കിൽ അവളോട് മെഡിസിൻ എടുക്കാൻ പറയും. മെഡിസിനാ താല്പര്യമെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. അങ്ങനെ 17 വയസ്സ് പ്രായമെത്തുന്ന ഒരു കുട്ടി, +2-ലെത്തുന്ന ഒരു കുട്ടിക്ക് ഏത് മേഖലയിലാണ് തനിക്ക് താല്പര്യമെന്ന് കണ്ടെത്താനുള്ള ശേഷിയുണ്ട്. ആ മേഖലയ്ക്ക് കുട്ടിയെ തിരിച്ചുവിടാതെ രക്ഷകർത്താക്കളുടെ എയിം സാധിക്കാൻ വേണ്ടി കുട്ടികളുടെ മേൽ ചെലുത്തുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നതെല്ലാം അതാണെന്നല്ല ഞാൻ പറയുന്നത്. അത് ഉപയോഗിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ ബാംഗ്ലൂരിൽ IT മേഖലയിലൊക്കെ നടന്നു വരുന്നത് സർവ്വസാധാരണമായിട്ട് അവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഇതല്പം ഉപയോഗിക്കണം, അത്ര കൂടുതൽ വർക്ക് ലോഡ് അവർക്ക് വരുന്നുണ്ട്. ഇതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ് സുഖകരമായ ജീവിതം നയിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഡ്രഗ്സ് സ്വീകരിക്കുന്ന സമീപനമുണ്ട്. മൂന്നാമത് കൗൺസിലിംഗ് വേണ്ടി വരുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഓൾഡ് ഏജിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ ജീവിതത്തിൽ ഇപ്പോൾ നമ്മളതിനെ പൊളിറ്റിക്കലായിട്ട് പറയുമ്പോൾ ഒരു മുതലാളിത്ത അവസ്ഥയാണ്. എങ്ങനെയും പണം ഉണ്ടാക്കി എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ വേണ്ടി ആർത്തിരമ്പി നടക്കുന്നവരെ സംബന്ധിച്ച് പണം കുറയുമ്പോൾ അവര് പണം ഉണ്ടാക്കാനുള്ള മറ്റു മേഖലയിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ ഭാഗമായി അവർക്കുണ്ടാകുന്ന അത്യാർത്തിയുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ട്. അയലത്തുകാരൻ വലിയ സമ്പാദ്യത്തോട് നിൽക്കുമ്പോൾ തനിക്കത് കഴിയുന്നില്ല എന്നുള്ള മാനസിക പ്രശ്നം. ഇനി വലിയ തോതിൽ സമ്പത്തുണ്ടാക്കിയാൽ അത് മറ്റു രീതിയിൽ വിനിയോഗിക്കാനുള്ള പ്രശ്നങ്ങൾ. അത് നമുക്ക് ഒരു ജനറൽവൽക്കരിച്ച് ഒരു കാരണവശാലും ഈ മാനസിക പ്രശ്നത്തെ കാണാൻ പറ്റത്തില്ല. ഓരോ ഫാമിലിക്കും വ്യത്യസ്തമായ മാനസിക പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ പേരൻസിന്റെ സ്നേഹം കിട്ടാതെ വരുന്നതിന്റെ പ്രശ്നമുണ്ട്. അവർ വേറെ തൊഴിലവസരങ്ങൾ സ്ഥലത്ത്. രക്ഷകർത്താക്കൾക്ക് ഈ കുട്ടികൾ വിദേശത്തായി പോകുന്നതിന്റെ അസ്വസ്ഥതകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അവിടെ പോയി താമസിക്കുമ്പോൾ പേരൻസിനെ ലോസ്റ്റ് ചെയ്തതിന്റെ ഒരു അന്തരീക്ഷമുണ്ട്. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് ലോകാരോഗ്യ സംഘടന തന്നെ ഇപ്പോൾ ഈ മാനസിക രോഗികളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് പറയുകയാണ്. അതിന് രോഗമെന്നോ ഭ്രാന്തെന്നോ അല്ല പറയേണ്ടത്.
നമുക്കൊരു പനി വന്നാൽ ചികിത്സിക്കുന്നത് പോലെ നമുക്കൊരു മെൻ്റലി പ്രോബ്ലം വന്നാലും ട്രീറ്റ് ചെയ്യണം, നല്ല കൗൺസിലേഴ്സിനെ കണ്ട് ട്രീറ്റ് ചെയ്യണം. പക്ഷേ ആ മേഖലയിലുള്ള പ്രശ്നം എന്താ അറിയോ, ഒരു ഡോക്ടർ ഒന്ന് കൗൺസിൽ ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂർ വേണം ഒരു പേഷ്യൻറ്റിന്. അപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് കാണാൻ കഴിയുന്നത് ഒരു 6-8 പേഷ്യൻറ്റിനെ മാത്രമേ ഒരു ദിവസം കാണാൻ പറ്റൂ. അപ്പോൾ അത്രയും വരുമാനം അതിൽ നിന്ന് വരണം. അതുകൊണ്ട് പല ഡോക്ടേഴ്സും ഈ സൈക്കോളജി, സൈക്കാട്രിക് എന്ന മേഖലയിൽ സഞ്ചരിക്കുന്നില്ല. കാരണം അതൊരു ഇൻകം വരുന്ന സംവിധാനമല്ല. സാധാരണ ഒരു 100 പേരെ 50 പേരെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ 5-6 പേരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് വേറൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഈ ധാരാളം ഡോക്ടേഴ്സ് മറ്റു മേഖലയിലുള്ളപ്പോൾ ഈ രംഗത്ത് ആളുകൾ കുറവുള്ളത്. പിന്നെ അതിന് MSW കുട്ടികൾ ധാരാളമുണ്ട്. നല്ല മിടുക്കികളായിട്ടുള്ള കുട്ടികൾ MSW രംഗത്ത് ധാരാളമുണ്ട്. അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുകൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾ സ്കൂളിലെല്ലാം കൗൺസിലേഴ്സിനെ ജില്ലാ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഹോസ്പിറ്റലുകളിൽ കൗൺസിലേഴ്സ് ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് പോരാന്നുള്ളത് തന്നെയാണ്. ഈ ഓൾഡ് ഏജ് വലിയൊരു പ്രശ്നമാണല്ലോ. സമൂഹത്തിൽ പ്രായം ചെന്നവർ കൂടി വരുന്നു. ഇവർക്ക് പകൽ വീട് പോലുള്ള അല്ലേ താമസിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ആവശ്യമില്ലേ? ഇപ്പം പ്രത്യേകിച്ച് ഈ മക്കളൊക്കെ വിദേശത്ത് പോയി യൂറോപ്യൻ രാജ്യങ്ങളിൽ സുഖ സൗകര്യങ്ങൾ പോയി സെറ്റിൽ ആവുന്നു, ഇവർ ഒറ്റയ്ക്കാവുന്നു. ഇതിനെ നമ്മൾ ഇനി എങ്ങനെ, ഇനി വരും കാലങ്ങളിൽ ഇത് കൂടി വരത്തല്ലേ ഉള്ളൂ, ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇതൊരു തലമുറ സംഘർഷമുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിലല്ല, ലോകത്താകെ പൊതുവെയുണ്ട് തലമുറ സംഘർഷം. അതിൽ 2 വശങ്ങളുണ്ട്. നമ്മളെല്ലാവരും പ്രായമുള്ളവരെ പുതിയ തലമുറ പീഡിപ്പിക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ സംരക്ഷിക്കുന്നില്ല എന്നൊരാശയം ഒരു സ്ഥലത്ത്, പ്രായമുള്ളവർ പുതിയ തലമുറയുടെ ഇഷ്യൂസ് മനസ്സിലാക്കുന്നില്ല എന്നത് വേറൊരു വശമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശത്ത് പോയി സെറ്റിൽഡായ ഒരു മക്കൾ, അപ്പോൾ അവരവിടെ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞു, അവരവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് വർക്ക് ഓറിയൻറ്റഡ് ആണ്, അവിടുന്ന് വിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് അവർക്ക് പേരൻസിനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, അവർ രക്ഷകർത്താക്കളെ നോക്കാതെ അവരവരുടെ കാര്യം നോക്കി പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു സൈഡ്. രണ്ടാമത്, ഈ പേരൻസ് ഇവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ഇവരുടെ മക്കൾക്ക് വേണ്ടി പഠിപ്പിക്കാനും കല്യാണം കഴിപ്പിക്കാനും ജോലി വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് ചെലവഴിച്ചിട്ടിരിക്കുക. അവസാനം ഈ മക്കളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹവും അവരുടെ ഒരു ഇൻകം ഒക്കെ വാങ്ങിച്ച് സുഖകരമായ ഒരു ജീവിതം നയിക്കാമെന്ന് കരുതിയിരിക്കുന്ന പേരൻസ്, ഓൾഡ് ഏജുകാർ, അവരുടെ പ്രശ്നം ഇത് രണ്ടും ഒരുപോലെ അഡ്രസ്സ് ചെയ്യപ്പെടണം. രണ്ടും ഒരുപോലെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് വളരെ അപൂർവം വീടുകളിൽ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ പ്രായമുള്ളവർ ഒരു പരിധി വരെ മക്കൾ വിട്ടു നിൽക്കുമ്പോൾ അത് ബോധ്യപ്പെടാനും അതനുസരിച്ച് ജീവിക്കാനും അവർക്ക് കഴിയണം. ആരുടെയെങ്കിലും സഹായം കൂടെ വാങ്ങിച്ചുകൊണ്ട് കഴിയണം. അതുപോലെ 24 hours വർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് സമ്പാദ്യമൊന്നും പറഞ്ഞ് വിദേശത്ത് നിൽക്കാതെ ഒരു വർഷത്തിൽ 2-3 തവണ ഏത് സമയവും കണ്ടെത്തി പേരൻസിൻ്റെ കൂടെ വന്ന് ജീവിക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ പരസ്പരം ഒരു ധാരണ എത്തിയിട്ട് ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് നമ്മളെല്ലാം സർക്കാർ വഴിയും എല്ലാം ശമ്പളക്കാർ വഴിയും എല്ലാം പ്രോജക്റ്റുകൾ വഴിയും പരിഹരിക്കാവുന്ന കാര്യമല്ല. നമ്മുടെ മതങ്ങളൊക്കെ എല്ലാ ദിവസവും ഇവർക്ക് ഉപദേശവും പ്രസംഗവും, രാഷ്ട്രീയം പോട്ടെ, അത് വേറെ വ്യത്യസ്തമായി തർക്കങ്ങളും വഴക്കുകളെന്ന് പറയാം. ഒരു മതത്തിൽപ്പെട്ടവരുണ്ട്, ഒരു സമൂഹത്തിൽപ്പെട്ടവരുണ്ട്. ഇവിടെ എല്ലാം നടക്കുന്ന കേവല ഉപദേശത്തിനപ്പുറം, അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം, പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഭൗതികമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ മുഴുവൻ ആത്മീയ തലത്തിൽ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് കാര്യമില്ല. പ്രാർത്ഥന കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലോകം എന്നേ നന്നായി. അപ്പൊ ഉപദേശവും പ്രാർത്ഥനയല്ല, ഓരോ കുടുംബത്തിന്റെ ഇഷ്യൂ എന്താ. ഇപ്പൊ വിവാഹം ഒരു എന്തെല്ലാം ചടങ്ങുകളും പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ഒരു കല്യാണത്തിലേക്ക് കിടക്കുന്നു. മധുവിധു കഴിയുമ്പോഴത്തേന് അത് തീർന്നു. അത് കഴിഞ്ഞിട്ട് ജീവിത പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ പല കൊമ്പിലാവും. ഈ കെട്ടിയ മതമോ ഏച്ചു കെട്ടിയ കാരണവന്മാരോ ഏച്ചു കെട്ടിയിട്ടുള്ള സമുദായമോ ഇതിനെ അഡ്രസ്സ് ചെയ്യാനേ പോകുന്നില്ല. അവർക്കത് കഴിയത്തേ ഇല്ല. അവര് ചടങ്ങുകൾ നടത്തി പിരിയുന്നു മാത്രമേ ഉള്ളൂ. ഇവർ യഥാർത്ഥത്തിൽ ഏത് മതത്തിലായാലും ഇത് കണ്ടിട്ട് ജീവിക്കാൻ പറ്റിയ കമ്മ്യൂണിക്കേഷനുള്ള 2 പേരാണോ എന്നുള്ളൊരു അവസരമേ ഇവർ കൊടുക്കുന്നില്ല. അതൊക്കെ നമ്മൾ പരമ്പരാഗത ശൈലി തന്നെ പോവുക. ഇവർക്ക് 2 പേർക്കും ഏതെല്ലാം കാര്യത്തിൽ പൊരുത്തപ്പെടാൻ കഴിയും, ഏതെല്ലാം കാര്യത്തിൽ ഇവർക്ക് തർക്കമുണ്ട്, ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ചടങ്ങുകൾ നടത്തി ഇവർക്കെല്ലാം വിവാഹം കഴിച്ചു കൊടുത്ത് വിടുക. 60-70% ആളുകളും കുടുംബ കോടതിയിലേക്ക് പോവുക. ഇവിടെ ഒന്നും ഇത്തരം സാമൂഹ്യ സ്ഥാപനങ്ങൾ ഇത് പരിഹരിക്കുന്നില്ല. സാമൂഹ്യ സ്ഥാപനങ്ങളാണ് വിവാഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ലീഗൽ സൈഡ് ശരിയാണ്,
അവിടെയാണ് ഗവൺമെൻറ്, അത് കോടതിയാണ് പരിഹരിക്കേണ്ടത്. പക്ഷെ ലീഗൽ സൈഡിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഇഷ്യൂസ് പരിഹരിക്കാൻ ബാധ്യസ്ഥർ സാമൂഹ്യ സ്ഥാപനങ്ങളാണ്. ആ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ജോലി എന്താ? മിന്നു കെട്ടി താലി കെട്ടി കല്യാണം നടത്തിച്ചു കൊടുക്കുന്ന ജോലിയോടുകൂടി അവരുടെ തീരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല, ഇവർക്ക് അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും തർക്കം ഉണ്ടായാൽ അവിടെ പോകാൻ ഒരാളില്ല, ഇവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും ആളില്ല. അപ്പോൾ ഇതിങ്ങനെ മാനസിക പ്രശ്നങ്ങൾ ലോകാരോഗ്യ സംഘടന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബിഹേവിയറിൽ വരുന്ന മാറ്റമാണ് അവരുടെ പഠനം. ഇപ്പം ഞാനിപ്പോൾ ഇന്നലെയും 2 ദിവസം കോട്ടയത്ത് നടന്ന പിന്നെ AKG പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിച്ച 200 പ്രബന്ധങ്ങൾ കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ അവിടെ ഡിസ്കഷൻ വന്നു. ഒരു 10,000 ഈ മേഖലകളിലെ വിദഗ്ധരവിടെ പങ്കെടുത്തു. കേരളത്തിലെ ഒട്ടുമിക്ക മെഡിക്കൽ കോളേജിൻ്റെ ഭാരവാഹികളും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. വളരെ ഗൗരവതരമായി സംസ്ഥാന സർക്കാർ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നൊരു വിഷയമായിട്ട് ഇതിനെ അവരെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു മേഖല എന്ന് പറയുന്നത് ഞാനിങ്ങനെ നമ്മുടെ ആരോഗ്യം തന്നെയാണ്. എല്ലാവർക്കും ജീവിതജന്യ അസുഖങ്ങളുണ്ട്, BP-യും ഈ പറഞ്ഞ ഡയബറ്റീസും. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ഒന്ന് ഓപ്പൺ ജിംനേഷ്യം ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. പലപ്പോഴും അതൊക്കെ എനിക്കൊന്ന് ഉപയോഗിക്കാതെ തന്നെ കിടക്കുകയും അല്ലേ നശിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇപ്പം ഇതൊരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമില്ല, ഇത് ഉപയോഗിക്കാനായിട്ടും കൂടെ അത് കണക്ക് തന്നെ കൂടുതൽ പ്രോജക്റ്റുകൾ ഇതിനെക്കുറിച്ച് ആവശ്യമില്ലേ? ഈ ചില രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ചൈനയിലൊക്കെ എല്ലാ വെയിറ്റിംഗ് ഷെഡും നമ്മുടെ ബസ് കാത്തു നിൽക്കുന്ന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ ബോട്ട് കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ എയർപോർട്ടുകൾ, ഇവിടെ എല്ലാം പിന്നെ വ്യായാമത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അരമണിക്കൂർ ബസ് വരാൻ താമസിക്കുമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, അരമണിക്കൂർ ട്രെയിൻ ലേറ്റ് ആകുമെങ്കിൽ അപ്പുറത്തോട്ട് പോയി അവർക്ക് വ്യായാമം ചെയ്യാം. ഈ ആശയം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ സ്കൂളുകളിൽ ഇപ്പോൾ ഓപ്പൺ ജിംനേഷ്യം തുടങ്ങിയിട്ടുണ്ട്, ഇൻഡോർ ഫിറ്റ്നസ് പാർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഓപ്പൺ ജിംനേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇപ്പം എൻ്റെ ഡിവിഷൻ ശാസ്താംകോട്ടയിൽ 200 പേര് ആ ഓപ്പൺ ജിംനേഷ്യം ഉപയോഗിക്കുന്നുണ്ട് ശരാശരി ഒരു ദിവസം. രാവിലെ 4 മണിക്ക് തുടങ്ങുമെന്നാണ് ആളുകൾ പറയുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എക്സർസൈസിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫുഡ് പോലെ പ്രധാനമാണ്. എല്ലാവരും അരമണിക്കൂറോ 1 മണിക്കൂറോ തങ്ങളുടെ അത് ഏത് മാർഗം ഉപയോഗിക്കാം. ഇപ്പം യോഗയിൽ തന്നെ കുറേ കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്തതാണ്. കാരണം അതിനകത്ത് കുറച്ച് റിലീജിയസ് കണ്ടന്റ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതിനെ ഒരു പിന്നെ സെക്കുലറാക്കിയ സാധനമാക്കി മാറ്റണം. അതുപോലെ ജിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ കൂടുതൽ ആക്രമിച്ച് മസിൽ ഉണ്ടാക്കിയെടുക്കണം. ശരീരത്തെ അങ്ങനെ പീഡിപ്പിച്ചല്ല എക്സർസൈസ് ചെയ്യേണ്ടത്, ശരീരത്തെ സാന്ത്വനപ്പെടുത്തി ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണ്. പിന്നെ നമുക്ക് കളിസ്ഥലങ്ങളില്ല, ഗ്രൗണ്ടുകളുടെ അളവ് കുറവാണ്. അപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ പരമാവധി കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം തയ്യാറാക്കി കുട്ടികളോട് പഠിക്കുക 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 എന്ന് മാത്രം പറയരുത്, അവരോട് കളിക്കുക 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 എന്നും കൂടി പറയുന്ന ഒരു ശീലം പേരൻസ് ഉണ്ടാക്കിയെടുക്കും. എങ്കിലേ അവർക്ക് കുട്ടിക്കാലം മുതലേ ശരീരത്തിന് വേണ്ടി 1 മണിക്കൂർ മാറ്റിവെക്കണമെന്നൊരു തോന്നൽ ഉണ്ടാക്കിയാലേ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇനി അടുത്തത് നമ്മുടെ ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഈ വികസനങ്ങൾക്ക് പ്രത്യേകിച്ച് വയനാട് ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ അത് ചോദിക്കാം. നമ്മുടെ ഈ വികസന പദ്ധതികൾ ഈ പരിസ്ഥിതിയെ കണക്കിലെടുക്കുന്നുണ്ടോ പലപ്പോഴും? അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വികസന പദ്ധതികൾ വരണ്ടേ, പരിസ്ഥിതിയുമായിട്ട് യോജിച്ചു പോകുന്ന അല്ലെങ്കിൽ അതിന് മുറിവേൽപ്പിക്കാത്ത രീതിയിലുള്ള വികസന പദ്ധതികളും കെട്ടിട നിർമ്മാണ രീതികളും അങ്ങനെയൊക്കെ അവലംബിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചില്ലേ? നമ്മൾക്ക് ആവശ്യം ഉള്ളതാണോ ഈ കോൺക്രീറ്റ് ജംഗിളുകൾ, വനങ്ങൾ, കോൺക്രീറ്റ് വനങ്ങൾ? അത് 2 വശമുണ്ട്. നമ്മളിപ്പോൾ 6 വരി പാതയുടെ പ്രവർത്തനത്തിലാണ് കേരളത്തിൽ. ഈ ഏതൊരാളും റോഡിലേക്ക് ഇറങ്ങി റോഡ് മോശമായി കിടന്നാൽ റോഡ് നന്നാക്കാത്തതിനെ കുറിച്ച് ആക്ഷേപവും വിലവയ്ക്കലും ഉണ്ടാകും. എന്താ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന റോഡ് നന്നാക്കാൻ? ഏതെങ്കിലും ഒരു മല പൊട്ടിച്ചാലേ ആ റോഡ് നന്നാവുകയുള്ളൂ, അല്ലാത്തൊരു സംവിധാനം നമ്മുടെ മുമ്പിൽ നിലവിലില്ല. കുറച്ചൊക്കെ അല്ലാതെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. പക്ഷെ അടിസ്ഥാനപരമായ വസ്തു എന്ന് പറഞ്ഞാൽ അവിടെ പാറ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയെ ദ്രോഹിക്കാതെ പറ്റില്ല. ഇപ്പൊ കേരളത്തിലെ 600 കിലോമീറ്റർ 6 വരി പാത തീർന്നു കഴിയുമ്പോൾ ഒരുപാട് കുന്നുകളില്ലാതാവും, ഒരുപാട് മലകളില്ലാതാവും. നമുക്ക് യാന്ത്രികമായിട്ട് പറയാം, പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സാധനം വികസിപ്പിക്കപ്പെട്ടു വന്നിട്ടില്ല. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പരിസ്ഥിതിയെ നമ്മളിപ്പം വയനാട്ടിൽ ഞാൻ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് ഒരു 4 ദിവസം അവിടെ പോയി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയായിട്ട് പോയ കൂട്ടത്തിൽ ഒരു ഗ്രന്ഥശാല ഭാരവാഹികളുമായിട്ടൊരു സ്വകാര്യ സംഭാഷണത്തിൽ അവർ പറഞ്ഞത്, വയനാട്ടിലെ ക്ലൈമറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തത് പലരും ഇവിടെ വിട്ടുപോവുകയാണ് സാറേ എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്നുള്ള ചർച്ച എന്ന് പറഞ്ഞു, കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കിയാലോ എന്ന് പേടിച്ച് മരങ്ങൾ പിന്നീട് മുറിക്കാനേ പറ്റത്തില്ലെന്ന് കരുതി കണക്കൂട്ടി നോക്കിയപ്പോൾ വയനാട് ജില്ലയിൽ നിന്ന് മാത്രം 10 ലക്ഷം മരങ്ങൾ
കഴിഞ്ഞ 1 വർഷത്തിനകം മുറിച്ചു ഓ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഭീകരത ഒന്ന് ആലോചിച്ചു. അതെ അതെ എത്ര ലക്ഷം ടൺ ഓക്സിജന്റെ സൗകര്യം ഇല്ലാതായി മാറി. കാർബൺ ഡൈ ഓക്സൈഡ് അധികരിച്ചു വന്നിരിക്കുന്നു. ഇത് കേരളത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ ഈ 6 വരി പാതയിലെ വൃക്ഷങ്ങൾ 10 ലക്ഷത്തോളം മരങ്ങൾ 6 വരി പാതയെ മുറിച്ചിട്ടുണ്ട്. അവിടെ സെൻട്രൽ ഗവൺമെന്റ് ഈ 60 മീറ്റർ വീതി വേണമെന്നുള്ളത് കേരളത്തിൽ പ്രായോഗികമല്ലാത്തതുകൊണ്ട് 45 മീറ്റർ വീതിയിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് മീഡിയൻ ഇല്ല, മരം വെക്കാനുള്ള മീഡിയൻ ഇല്ല ഇതിനകത്ത്. 6 വരി പാത കഴിഞ്ഞാൽ പിന്നെ സൈഡ് സർവീസ് റോഡിലൂടെ കഴിഞ്ഞാൽ മരം വയ്ക്കാൻ സംവിധാനമില്ല. അപ്പോൾ സോഷ്യൽ ഫോറസ്ട്രി മറ്റു മേഖലകളിലേക്ക് അത് വെക്കണമെന്നുള്ള ആശയത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം പരിസ്ഥിതിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ സംഭവം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, മനുഷ്യരുടെ ഇടപെടലിന് വലിയ സാധ്യതയില്ലെങ്കിലും മൊത്തത്തിൽ പരിശോധിച്ചാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ നിയന്ത്രണം നിൽക്കില്ല. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ അത് കോടാനുകോടി വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന, ഫ്രിഡ്ജുകളും AC പ്രവർത്തിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്ന, ലോകത്താകെ സംഭവിക്കുന്ന ഈ കാർബൺ എമിഷനാണത്. അതിന് പരിഹരിക്കണമെങ്കിൽ ഭൗമ ഉച്ചകോടിക്കകത്ത് എടുക്കുന്ന തീരുമാനം നടപ്പിലായാൽ മതിയാവും. പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിസ്ഥിതി അത് കുട്ടികളിപ്പോൾ ഞാൻ ഈ സംസ്ഥാന പാഠപുസ്തക കമ്മിറ്റി അംഗം കൂടിയാണ്. 1ാം ക്ലാസ് 12ാം ക്ലാസ് വരെയുള്ള. അപ്പം അതിൽ പാഠപുസ്തകത്തിലൂടെ പ്രകൃതിയിൽ നിന്ന് അന്യമായി മനുഷ്യർക്ക് ജീവിതമില്ല. മാർക്സിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ഉണ്ട്: മനുഷ്യരുടെ അജൈവ രൂപമാണ് പ്രകൃതി, പ്രകൃതിയുടെ ജൈവ രൂപമാണ് മനുഷ്യർ. ആൻഡ് ഇൻഓർഗാനിക് ബോഡി ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ലോകത്തെ ഏറ്റവും മനോഹരമായി പ്രകൃതിയെക്കുറിച്ചുള്ള നിരീക്ഷണമാണത്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തമല്ല ഭൂമി, അതായത് മനുഷ്യരാശിയുടെ സ്വന്തമല്ല ഭൂമി, ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിൻ്റെയും സ്വന്തമല്ല ഭൂമി, നാളെ ജനിക്കാനിരിക്കുന്നവരുടെയും സ്വന്തമല്ല ഭൂമി, മറിച്ച് തലമുറയായിട്ട് കൈമാറി കൊടുക്കേണ്ടുന്ന ഒരു സ്ഥലം മാത്രമാണ്. നമ്മൾ അവിടെ ഒരു സ്ഥിരമായി നമുക്കൊരു അധികാരമേ ഭൂമിയിലില്ല. അതുകൊണ്ട് ഇത് അടുത്ത തലമുറയ്ക്ക് പരിക്കില്ലാതെ കൈമാറ്റം ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിന് ഭൂമിയെ പരമാവധി പരിക്കില്ലാതെ ഉപയോഗിക്കണം. അതോടൊപ്പം മനുഷ്യവാസം സാധ്യമാകണമെങ്കിൽ പ്രകൃതിയിലെ ചില ഉല്ലംഘനങ്ങൾ നടത്തിയാലേ മതിയാവും. അത് എത്രമാത്രം പരിക്ക് കുറച്ചുകൊണ്ട് ചെയ്യാവോ അത്രയും ചെയ്യുക എന്നുള്ളത്, അല്ലാതെ വേറെ മാർഗമില്ല. ഇതിനോട് കണക്ട് ചെയ്ത് വരുന്നതാണ് ഈ മാലിന്യ പ്രശ്നം. അതിന് നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്തിന്റെ വകയായിട്ട് എന്തെങ്കിലുമൊക്കെ? മാലിന്യ പ്രശ്നം അത് ഒരു സെപ്പറേറ്റ് ഇഷ്യൂ ആണ്. ഇപ്പോൾ ലോകമാകെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അടുത്തൊരു പ്രതിസന്ധിയാണത്. മാലിന്യ കൂമ്പാരങ്ങൾ, നമ്മുടെ കടലുകൾ മുഴുവൻ പ്ലാസ്റ്റിക്, നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങൾ, അതിലൊക്കെ ഉപരിയായിട്ട് മനുഷ്യ വിസർജ്യങ്ങൾ നമ്മുടെ ജലാശയങ്ങളിൽ. ഇപ്പം ഞാൻ കൊല്ലത്തെ വെച്ചിട്ടൊരു കാര്യം പറയാം. ആരുടെയും തൊഴിൽ മുട്ടിക്കാനോ പ്രയാസം ഉണ്ടാക്കാനോ പറയല്ല. ഞാൻ ജീവിതത്തിൽ ഒരിക്കലേ ഹൗസ് ബോട്ടിൽ കയറിയിട്ടുള്ളൂ. ഇനി ഞാൻ കയറില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ കയറില്ല. ഹൗസ് ബോട്ടിനകത്ത് നിന്ന് മനുഷ്യ വിസർജ്യം കായലിലോട്ടാണ് പോകുന്നത്. ഇത് വൈകുന്നേരം കൊണ്ടുവന്നൊരു കടവിലടുപ്പിച്ചിട്ട് ആ കിടക്കുന്ന വെള്ളമാണ് അടിച്ച് ടാങ്കിൽ കയറ്റുന്നത്. കുടിക്കാൻ വേറൊരു വെള്ളം അവർ പുറത്തുനിന്ന് കൊണ്ടുവരും എന്നുള്ളൊരു സങ്കല്പമുണ്ട്. പക്ഷെ കുളിക്കാൻ വേണ്ടി ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന വെള്ളം ആ നദിയിലെ വെള്ളം തന്നെയാണ്. അതിലേക്ക് തന്നെയാണ് ടോയ്ലറ്റ് തുറന്നു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അഷ്ടമുടി കായലിൽ 1000 പുരവഞ്ചികളുണ്ടെങ്കിൽ 1000 കക്കൂസ് തുറന്നു വെച്ചിരിക്കുന്നു എന്നാണ്. വേമ്പനാട്ട് കായലിലും ഇത് തന്നെയാണ് സാഹചര്യം. അപ്പം 500 കോളിഫോം ബാക്ടീരിയ കൂടുതലായാൽ കുളിച്ചാൽ പോലും ശരീരം ചൊറിയും. അവിടെയാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ കുറച്ച് പ്രോജക്റ്റ്, ഇപ്പോൾ തെക്കുംഭാഗം പഞ്ചായത്ത്, നീണ്ടകര പഞ്ചായത്തിനൊക്കെ ഞങ്ങൾ ഒരു സെപ്റ്റിക് ടാങ്ക് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്താൽ 70,000 രൂപ ജില്ലാ പഞ്ചായത്ത് കൊടുക്കും, 5,000 രൂപ പഞ്ചായത്തും കൊടുത്താൽ 75,000 രൂപയ്ക്ക് അവർ സെപ്റ്റിക് ടാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയാണ് മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രധാന ഉത്തരവാദിത്വം. ഇനി എവിടെങ്കിലും ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാൻ ജനങ്ങൾ സമ്മതിക്കുമോ? അത് സമ്മതിക്കില്ല. അവരുടെ വിസർജ്യങ്ങൾ അവരവർ തന്നെ സംസ്കരിക്കുമോ? അതില്ല. മറ്റൊരിടത്ത് കൊണ്ടുപോയി സംസ്കരിക്കാൻ സമ്മതിക്കുമോ? അതും സമ്മതിക്കത്തില്ല. എത്ര പഞ്ചായത്തുകളാണെന്നറിയോ ശ്മശാനത്തിന് പണം വെച്ചിട്ട് ലാപ്സായി പോകുന്നത്? ഒരിടത്ത് ശ്മശാനം ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല. കത്തിച്ചു കളയുന്ന ഒരു ശരീരം 10-25 സെന്റ് സ്ഥലം ഒന്ന് ഒതുക്കിയെടുത്ത് മതിൽ കെട്ടി ഇലക്ട്രിഫൈ ചെയ്തോ ഗ്യാസിൽ കൂടെയോ കത്തിച്ച് കളഞ്ഞാൽ, ഇപ്പൊ പോളയത്തോട് ശ്മശാനത്തിന് ചുറ്റും എത്ര മനുഷ്യർ താമസിക്കുന്നു? അവർക്ക് വല്ല പ്രശ്നമുണ്ടോ? അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ സംസ്കരിക്കണം, അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പുറത്ത് അവരുടെ ജീവിതത്തിന് ഒരു പ്രശ്നം അവിടെ അറിയുന്ന പോലും ഇല്ല. വലിയ മതിൽ കെട്ടി അവരപ്പുറത്ത് താമസിക്കുക.
ഈ നമ്മുടെ പരമ്പരാഗത സന്ദർഭം അനുസരിച്ച് നാട്ടിൻപുറത്ത് ഒരു ശ്മശാനം ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല. ഈ ജില്ലയിൽ 2-3 പഞ്ചായത്ത് ശ്മശാനത്തിന് മുൻകൈ എടുത്ത് ആ 3 സമരം നടന്നുകൊണ്ടിരിക്കുക, നടത്താൻ സമ്മതിക്കത്തില്ല. ഇപ്പം അതുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഒരു മൊബൈൽ യൂണിറ്റ് ആലോചിച്ചു ഈ സീവേജ് സംസ്കരിക്കാൻ വേണ്ടി. ശ്മശാനത്തിൻ്റെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. സീവേജ് നമ്മുടെ ഈ മനുഷ്യവിസർജ്യം, അതിൻ്റെ ഖരപദാർത്ഥങ്ങൾ വണ്ടിയിൽ വെച്ച് തന്നെ അത് ലഘൂകരിച്ച് വളമാക്കി മാറ്റുന്നതിനുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് അനുവാദത്തോടു കൂടി ഡൽഹിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്തു. അപ്പോൾ അത് ഞങ്ങൾ 3 വാഹനങ്ങൾ 1.5 കോടി രൂപ ചെലവിൽ ഒരു 2 മാസത്തിനകം ജില്ലയിലാകെ ഓടും. അത് വീടുകളിലെയും കളക്ട് ചെയ്യാൻ പറ്റും, സ്ഥാപനങ്ങളിലെയും കളക്ട് ചെയ്യാം, യാതൊരു മാലിന്യ പ്രശ്നം ഉണ്ടാക്കാതെ കൊണ്ടുപോയി സംസ്കരിക്കാൻ പറ്റും. ഞങ്ങൾ ആ ഒരു പ്രോജക്റ്റ് ആലോചിക്കുന്നു. ഞാൻ ഇനി അടുത്തൊരു ഫൈനൽ ഒരു ടോപ്പിക് ഈ സ്പോർട്സ്. നമ്മുടെ യുവജനത സ്പോർട്സിൽ ഇപ്പം പിന്നിലോട്ട് പോകുന്നു വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ഒളിമ്പിക്സിലൊക്കെ പോകുന്നെങ്കിൽ ഒന്നും വലുതായ കാര്യമായിട്ടൊന്നും നേടുന്നില്ല. അപ്പോൾ അതിന് എന്തൊക്കെ പ്രോജക്റ്റുകൾ അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് മുന്നിലോട്ട് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ നമുക്ക് പ്രോജക്റ്റ് ഉണ്ട്. ജില്ലാ കബഡി പരിശീലന കേന്ദ്രമുണ്ട്, നീന്തൽ പരിശീലന കേന്ദ്രം. ഇപ്പതാ പൈസ്തറേശ്വരം പഞ്ചായത്തിലൊരു വലിയ കുളം ഞങ്ങൾ എടുത്ത് നീന്തൽ പരിശീലന കേന്ദ്രമാക്കി മാറ്റാൻ പോവുകയാണ്. പിന്നെ സ്കൂളുകളിൽ ഒക്കെ അതിനുള്ള സ്പോർട്സ് കിറ്റ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരുപാട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നവരുണ്ട്. കുറേയധികം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്പോർട്സ് കൗൺസിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കായിക മേഖലയെ അഡ്രസ്സ് ചെയ്യാൻ പാകത്തിൽ ഇല്ല. അതിന് നമ്മുടെ സ്ഥലപരിമിതി ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കടപ്പുറം പൂർണ്ണമായിട്ട് അവർ ഫുട്ബോൾ മത്സരത്തിനും അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കടപ്പുറത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് വലിയ വലിയ താരങ്ങളായിട്ട് മാറുന്നത്. കേരളത്തിലെ സ്ഥലപരിമിതി അതിനൊരു പ്രധാന കാരണമാണ്. അപ്പോൾ എവിടെയും ഏത് സ്ഥലം, ഒരു പഞ്ചായത്തല്ല, ഒരു വാർഡിൽ ഒരു കളിസ്ഥലമെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാരും കൂടി അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ ഫണ്ടുകളെല്ലാം കൂടി ഉപയോഗപ്പെടുത്തി ഒരു വാർഡിൽ ഒരു കളിസ്ഥലം, വലിയൊരു കളിസ്ഥലം ഒരുക്കിയിട്ടാലേ ഇതിനൊരു പരിധി വരെ പരിഹാരം കാണിക്കുള്ളൂ. ആ സ്കൂളുകളിൽ നമുക്കിനി ഗ്രൗണ്ട് എടുക്കാനില്ല. കാരണം കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ബിൽഡിങ്സിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പോൾ അവിടെ അതിന് പരിഹാരമില്ല. അതുകൊണ്ട് അത് ചെയ്തേ മതിയാവും. അപ്പോൾ സാറ് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്വാതി തിരുനാളിനെ കുറിച്ചും അത് കണക്കിന് ശൂരനാട് സമരത്തെക്കുറിച്ചും ഒക്കെ. ഞാൻ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത മേഖലയിലാണ്. ഈ പുന്നപ്രവലാർ സമരം കഴിഞ്ഞാൽ കേരളത്തിൽ ശ്രദ്ധേയമായ ഒരു തൊഴിലാളി സമരമാണ് ശൂരനാട് സമരം. നിരവധി പേർ കൊല്ലപ്പെടുകയും ഭീകരമായ ദുരന്തം ഉണ്ടാവുകയും ചെയ്തതാണ്. തോപ്പിൽ ഭാസിയൊക്കെ ഒടുവിൽ ഓർമ്മയിൽ വളരെ വൈകാരികമായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് സംബന്ധിക്കുന്ന ഒരു ഗ്രന്ഥം. പിന്നെ കൊല്ലം ജില്ലയിൽ ഇപ്പം നമ്മുടെ NS ഹോസ്പിറ്റൽ കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ പേര് വരാൻ കാരണക്കാരനായ N. ശ്രീധരൻ വളരെ പാവപ്പെട്ട ഒരു വള്ളത്തൊഴിലാളിയായിട്ട് ജീവിച്ച് കേരളത്തിലെ MLA MP ഒന്നും ആകാതെ ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ലീഡർഷിപ്പായി വളർന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ചിത്രീകരിക്കുന്ന പുസ്തകമാണ് NS ഒരു ഓർമ്മ. പിന്നെ ഒരു പ്രധാന പുസ്തകം, കൊല്ലത്ത് ഞാൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഭാരവാഹിയായിരിക്കുമ്പോൾ മാതൃഭാഷാ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വിപുലമായ സമ്മേളനം വിളിച്ചിരുന്നു. ഒരു 3-4 ദിവസം നീണ്ടുന്ന സമ്മേളനം. കേരളത്തിലെ എല്ലാ എഴുത്തുകാരും മലയാള ഭാഷാ ഗവേഷകരും ഒക്കെ പങ്കെടുത്ത ഒരു സമ്മേളനം. അതിനെ അധികരിച്ചുകൊണ്ട് തയ്യാറാക്കിയതാണ് 51 കമ്പികളുള്ള വീണ എന്ന പുസ്തകം. അങ്ങനെ മലയാള ഭാഷാ സംരക്ഷണത്തിന്റെ പുസ്തകമാണ്. പിന്നെ കേരളത്തിലെ സ്ത്രീ ജീവിതം, 25 പ്രമുഖരായ കേരളത്തിലെ വിവിധ മേഖലകളിൽ അറിയപ്പെട്ട സ്ത്രീകളുടെ ജീവചരിത്രം വിശദീകരിക്കുന്നതാണ് സ്ത്രീ ജീവിതം എന്ന പുസ്തകം. പിന്നെ സ്വാതി തിരുനാൾ എന്നുള്ളത് എന്നെ ആകർഷിച്ചതിൻ്റെ ഒരു കാരണം 16 വയസ്സിനുള്ളിൽ 14 ഭാഷ സ്വായത്തമാക്കുകയും കഴ്സൺ പ്രഭുവിനെ പോലും തൻ്റെ വിദ്യാഭ്യാസ വൈദഗ്ധ്യം കൊണ്ട് കീഴടക്കുകയും മാനസികമായി കീഴടക്കുകയും, കാരണം സ്വാതി തിരുനാളിനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊല്ലത്തേക്ക് സ്വാതി തിരുനാളിനെ വിളിച്ചു വരുത്തിയ ഒരാളാണ് കഴ്സൺ പ്രഭു. പക്ഷേ സ്വാതി തിരുനാളും അദ്ദേഹമായിട്ട് നടന്ന സംവാദത്തിൽ സ്വാതിയുടെ ഒരു മഹിമ മനസ്സിലാക്കിയിട്ട്, അദ്ദേഹത്തിന്റെ വൈഭവം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചെയ്തത്. സ്വാതി പോലും ഒരു മരണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹമാണ് പബ്ലിക്കായിട്ടൊരു ഗ്രന്ഥശാല കേരളത്തിലാകെ സ്ഥാപിക്കുന്നത് 1829. 16ാമത്തെ വയസ്സിൽ അധികാരത്തിൽ വരികയും 34ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് സ്വയം മരണം വരിക്കുകയും ചെയ്ത ഒരു മഹാത്മാവാണ് സ്വാതി തിരുനാൾ.
അപ്പോൾ അദ്ദേഹം ആണ് ഭരണരംഗത്ത് തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട സംഭാവന ചെയ്തത്. പിന്നെ ത്യാഗരാജനെ അതിശയിപ്പിക്കുന്ന സംഗീത പാഠവും അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. ത്യാഗരാജൻ കീർത്തനങ്ങളിൽ മാത്രമാണ് ഊന്നൽ കൊടുത്തതെങ്കിൽ സ്വാതി തിരുനാള് പദങ്ങൾ, വർണ്ണങ്ങൾ, കീർത്തനം, തില്ലാന, ജാവളി, രാഗമാലിക എല്ലാ സംഗീത മേഖലയിലും കൈവയ്ക്കുകയും മോഹിനിയാട്ടത്തിനൊരു അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഒരു മഹാത്മാവാണ് സ്വാതി തിരുനാൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് സംഗീതത്തോട് ഒരു കേൾവിക്കാരൻ എന്നുള്ള തരത്തിൽ ഇഷ്ടമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കുന്നതിന്, അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടും മോഹിനിയാട്ടത്തിന് നൽകിയ സംഭാവന പദങ്ങൾ അത് കേൾക്കുന്നതിലൊക്കെ വലിയ ഇഷ്ടം തോന്നിയാണ് സ്വാതി തിരുനാളിനെ കുറിച്ചൊരു പുസ്തകം എഴുതുന്നത്. ഏറ്റവും അവസാനം എഴുതിയ പുസ്തകം പെണ്ണിടം മതം മാർക്സിസമാണ്. താരതമ്യേന വലിയ പുസ്തകമാണ്, കുറച്ച് റിസർച്ച് ചെയ്ത് എഴുതിയ പുസ്തകമാണ്. ഈ ഫെമിനിസവും മാർക്സിസവും തമ്മിലുള്ള തർക്കങ്ങളുടെ ഒരു അവലോകനം ആ പുസ്തകത്തിൽ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട മതങ്ങളെല്ലാം സ്ത്രീകളോട് എടുത്തിട്ടുള്ള നിലപാടുകൾ അത് ആ പുസ്തകം നന്നായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീവിരുദ്ധമായ ഒരു പുരുഷ മേധാവിത്വ സമൂഹമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്നത് എന്നൊരാശയമാണ് അതിലൂടെ ആവിഷ്കരിക്കാൻ പരിശ്രമിച്ചത്. അതോടൊപ്പം തന്നെ എനിക്കൊന്ന് PhD എടുത്തത് അല്ലെ സിനിമയും സാഹിത്യവും. PhD എടുത്തത് ഞാൻ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകൻ നിൽക്കുമ്പോൾ തന്നെ അത് ഞാനന്ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡിലുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ പ്രഗത്ഭരായ ആളുകൾ KG ജോർജ് സാർ ചെയർമാൻ, കവിയൂർ പൊന്നമ്മ ചേച്ചി, ഇന്നസെന്റ്, ഇന്ദ്രൻസ്, കിരീട ഉണ്ണി, ഹരികുമാർ ഇവരൊക്കെ ഉള്ളൊരു ബോഡിയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ കേരള കലാമണ്ഡലത്തിൽ പോയി PhD എടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത് ഫസ്റ്റ് ബാച്ച്. അപ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഞാൻ എൻട്രൻസ് എഴുതുന്നു. എൻട്രൻസ് എനിക്ക് റാങ്ക് വരുന്നു. അങ്ങനെ അവിടുത്തെ 5 പേരിൽ ഒരാളായി മാറുന്നു. അങ്ങനെ കാലിക്കറ്റിൽ ചേർന്നപ്പോഴാണ് ഞാൻ എൻ്റെ സബ്ജക്റ്റ് സിനിമയും സാഹിത്യവും എന്നതാക്കി മാറ്റുന്നത്. എൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ദൃശ്യ സൗന്ദര്യ രൂപാന്തരീകരണം. P. പത്മരാജൻ, MT വാസുദേവൻ നായർ, CV ശ്രീരാമൻ എന്നിവരുടെ സിനിമയിലോ കഥയിലോ എങ്ങനെ വരും എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യത്തിൽ നിന്ന് ഒരു സിനിമ എങ്ങനെ സംഭവിക്കുന്നു. സാഹിത്യത്തിൻ്റെ ഐഡിയോളജിയിലും ചിലപ്പോൾ സിനിമയിൽ വരുമ്പോൾ മാറ്റം വരുന്നു. അത് കർത്താവിൻ്റെ വ്യക്തിപരമായ നിഷ്ഠയല്ലെന്നും സാമൂഹ്യ സാഹചര്യങ്ങളാണ് അതിലേക്ക് അവരെ എത്തിക്കുന്നതെന്നുമാണ് അതിൻ്റെ കണ്ടുപിടുത്തം. ഓക്കെ. അപ്പോൾ എന്തായാലും കുറേയേറെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എനിക്കൊന്നൊരു നല്ലൊരു യാത്രയായിരുന്നു. ഒരു ഒട്ടേറെ പഞ്ചായത്തിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമയും സാഹിത്യവും എല്ലാം ഇതിനകത്ത് കടന്നു വന്നു. എല്ലാത്തിനും നന്ദി സർ. നന്ദി, നമസ്കാരം. ഈ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവിട്ടതിന് നന്ദി, നമസ്കാരം. ബെൻസിയർ റേഡിയോ ഞാൻ അപൂർവമായിട്ടെങ്കിലും കേൾക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു FM സംവിധാനമാണ്. വിശേഷ കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്തിൻ്റെ ഒരു ബ്രാൻഡാണ്. ബെൻസിയർ റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിലും വ്യക്തിപരമായ പേരിലും ഓണാശംസകൾ അർപ്പിക്കുകയും നന്ദി പറയുകയും പ്രത്യേകിച്ച് ബോണി ഉൾപ്പെടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.